ഇന്ന് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നദിയാദ് എന്ന ഗ്രാമത്തിലായിരുന്നു പട്ടേലിൻ്റെ ജനനം. ചെറുപ്പം മുതൽ തന്നെ അജയ്യമായ മനോവീര്യം നിറഞ്ഞ ബാലനായിരുന്നു പട്ടേൽ. വിദ്യാഭ്യാസത്തിന് ശേഷം അഭിഭാഷകനായാണ് ജീവിതം ആരംഭിച്ചത്. മഹാത്മാഗാന്ധിയുടെ സ്വരാജ് എന്ന ആശയത്തിന് പിന്തുണ നൽകി സ്വാതന്ത്ര്യ സമരപാതയിൽ ഇറങ്ങിയ വല്ലഭായ് പട്ടേൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ കിരാത നിയമങ്ങൾക്കെതിരെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പട്ടേൽ നിസ്സഹകരണത്തിന്റെയും അഹിംസയുടെയും മാർഗമാണ് സ്വീകരിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും ജനസമൂഹത്തെ സംഘടിപ്പിക്കുന്നതിലും അവരെ ഏകീകരിക്കുന്നതിലും അത്ഭുതകരമായ നേതൃപാടവമാണ് കാഴ്ചവെച്ചത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നാട്ടുരാജ്യങ്ങളുടെയും കോളനി പ്രവിശ്യകളുടെയും ഏകീകരണമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഈ ദൗത്യം ഏറ്റെടുക്കുകയും 565-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇന്നു കാണുന്ന ഇന്ത്യ കെട്ടിപ്പടുക്കുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഭാരതത്തിന്റെ ഐക്യത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ദേശത്തിന്റെ ഏകതയാണ് നമ്മുടെ ശക്തി. അതിനായി എല്ലായ്പ്പോഴും ഒരുമിച്ചു നിൽക്കണം. ഇന്ത്യ വിഭജനത്തിനു ശേഷം പഞ്ചാബിലെയും ഡൽഹിയിലെയും അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക എന്ന ദൗത്യവും ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തരമന്ത്രിയുമായ സർദാർ പട്ടേലിനായിരുന്നു. ആ ദൗത്യവും അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. വ്യക്തികളുടെ വസ്തു അവകാശത്തിന്റെയും സ്വതന്ത്ര വാണിജ്യ വ്യവസ്ഥയുടെയും ആദ്യ വക്താക്കളിൽ ഒരാളായിരുന്നു പട്ടേൽ. ആധുനിക അഖിലേന്ത്യാ സിവിൽ സർവീസ് സ്ഥാപിച്ചതും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും തലവൻ എന്നർത്ഥമുള്ള സർദാർ എന്ന വിശേഷണത്താൽ അറിയപ്പെട്ട നേതാവ്. 1991 സർദാർ വല്ലഭായ് പട്ടേലിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചു. സർദാർ പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. ജനസേവനത്തിലും രാഷ്ട്രസേവനത്തിലും സമർപ്പിത ജീവിതം നയിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകൻ, ഭാരതത്തിന്റെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ 1950 ഡിസംബർ 15 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ജനം ടിവിയുടെ ശതകോടി പ്രണാമം.